മിനിസ്സായി अड़ी हमने सनसेट का ले लो गर्लफ्रेंड के लिए അപ്പം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ ജയ്സൽമീറിൽ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. സോ സെക്കൻഡ് ഡേ ഇൻ ജയ്സൽമീർ. അപ്പം ഹൗ യു ഗൈസ് ആർ ഫീലിംഗ്? എങ്ങനെ ഉണ്ടത്? അടിപൊളിയാണ്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇവിടുത്തെ ഒരു ഷാഹി പാലസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇവിടെ ഫുള്ള് ഈ യെല്ലോ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എല്ലാം സെറ്റാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചന്ദ്രനും പിന്നെ അവരുടെ സൈക്കിളും നമുക്ക് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ വാട്ട് ആർ ദ പ്ലാൻ? നമ്മളെ ഇന്നത്തെ പ്ലാൻ എന്തൊക്കെ? വാട്ട് ആർ ദ വിച്ച് ആർ ദ പ്ലേസസ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ടുഡേ? ലേക്ക് ആൻഡ് ഹവേലി. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. അലോങ് വിത്ത് സം ഫുഡ്. കുറച്ച് ഫുഡ് നമ്മൾ കഴിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സ്ഥലം കണ്ടിട്ട് തൊല്ലത്തെ നമുക്കൊരു തമിഴ്നാട്ടൊരു ടച്ചൊക്കെ തോന്നുന്നുണ്ടോ? ചെറുതായിട്ടില്ലേ? മീൻസ് ഒരു ഇല്ലത്തൊക്കെ പോയ മാതിരി. ഈ യെല്ലോ കളറില്ല എന്നുള്ളൂ. എല്ലാ സ്ഥലത്തും ഗണപതിൻ്റെ ഫോട്ടോ, ഒരു ചില ഗല്ലികളൊക്കെ നമുക്ക് അങ്ങനെ തോന്നിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ ഇന്ന് കഴിക്കാനുള്ളത് നമുക്ക് ദാലുണ്ട്, ദാൽ തടുക്കുണ്ട്, പനീർ ബട്ടർ മസാല. സ്ഥലത്തും ഇങ്ങനെ കാണാൻ പറ്റും ഗണപതിൻ്റെ ഫോട്ടോ. ഇവിടെ എല്ലാ കല്ലിലും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഗണപതിൻ്റെ ഫോട്ടോകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിവാഹത്തിന് കല്യാണത്തിൻ്റെ ഡേറ്റും ഈ പേരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെക്കാം. നമുക്ക് കണ്ടില്ലേ, ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. ഇൻ രാജൽ ദേശർ ഇറ്റ് വാസ് ഡിഫറെൻറ്റ്, റൈറ്റ്? അവിടെ വധുവിൻ്റെയും വരൻ്റെയും ഒരു രാജസ്ഥാനി അറ്റയറിലുള്ള ഡ്രസ്സ് ഇടിയിച്ചൊരു ചിത്രമായിരുന്നു വരച്ചത്. ഇവിടെ അത് ഗണപതിയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരെ ജയ്സൽമീർ ഫോർട്ടിൻ്റെ മുന്നിലാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ലിവിങ് ഫോർട്ടാണ് ഈ ജയ്സൽമീർ ഫോർട്ട്. സോ ഹൗ മെനി പീപ്പിൾ ആർ ഇൻസൈഡ്? 5000 പീപ്പിളോളം അധികം. ആൻഡ് ദേ വർ നോട്ട് പേയിങ് റെന്റ്, റൈറ്റ്? ഫ്രീ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി മോർ കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയിട്ട് കാഴ്ചകൾ കാണല്ലേ? ലെറ്റ്സ് ഗോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോ സാൻഡ് സ്റ്റോൺ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെക്കുന്നുണ്ട്. We are from Kerala. It's India only. From Tamil Nadu. Wow. Nice to meet you. Yeah, nice to meet you too. Looking this. No. 100 रुपये. वाह क्या बात है. अब 100 रुपये आड़ा तेरे. नाइस. ले लो गर्लफ्रेंड के लिए. नहीं, गर्लफ्रेंड नहीं है तो. गर्लफ्रेंड नहीं है. Why no? Sister. अभी सिस्टर है तो उसके लिए ले लो. अच्छा 100 रुपये. हम साइकिल से आ गया. साइकिल से आए? जी. वेरी नाइस. थैंक यू. ज़्यादा वेट नहीं ले सब सकते. जगह घूम के आए? जी. कौन सी जगह? सब कोलकाता वगैरह सब जगह. ऑल इंडिया टूर था. ऑल इंडिया टूर था. ओके. ठीक है, थैंक यू. बाय. അപ്പം എല്ലാവരും നല്ല അടിപൊളി ഇംഗ്ലീഷ് പറയുന്നുണ്ട്. എന്നെ പൊട്ട മുന്നിലായിട്ട് എല്ലാവരും ഇങ്ങനെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ? അതെ, എല്ലാവരും രാജസ്ഥാനി അറ്റയറിലാണ് ഇരിക്കുന്നത്. സൂരജ് പോളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കാണില്ലേ ഒരുപാട് ഇതേമാതിരി ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതും ബെഡ്ഷീറ്റുമായിട്ടുള്ളതും അങ്ങനെ ഒരുപാട് രീതിയിലെ രാജസ്ഥാനി സ്റ്റൈലിലുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ രണ്ട് ഭാഗത്ത് ഇവിടെ ജാക്കറ്റ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. വാവ്.
Sorry, Rajasthani patchwork. patchwork. That what it is known as. As the afternoon, we lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light. Pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. हड्डी का बना हुआ है. അപ്പം നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നോക്കിയേ, നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജയ്സൽമീറിൻ്റെ ഒരു സൈഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. You can see so much of the desert. Best friend goals. അപ്പോൾ അതെ, ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള വ്യൂ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അപ്പോൾ എനിക്കെന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ നമ്മൾ പുറത്തുനിന്ന് നടക്കുന്നതും ഉള്ളിൽ നിന്ന് നടക്കുന്നതും ഏകദേശം നമ്മൾ ഒരു സെയിം ആയിട്ടുള്ളതാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? പക്ഷെ അതാണ് തോന്നുന്നത് ഈ ജയ്സൽമീറിന് കൊടുക്കാൻ പറ്റിയ ഒരു ബിഗ്ഗസ്റ്റ് കോംപ്ലിമെന്റ്. ഐ തിങ്ക് ലൈക്ക് ഇറ്റ്സ് ഫീൽ ലൈക്ക് സെയിം, റൈറ്റ്? വാക്കിംഗ് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഇറ്റ് ലുക്ക് സെയിം ഓൺലി. I think that's the biggest compliment which a city will getting, right? Inside, people will pay for the fort, and outside also getting the same views and all, right? So that makes this place special. അപ്പോൾ നമ്മൾ പുറത്തു നടന്നാലും ഉള്ളിൽ നടന്നാലും നമുക്ക് ഏകദേശം ഒരേ മാതിരി. കാരണം യെല്ലോ സാൻഡ് സ്റ്റോൺ ആണ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? കോട്ടാന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ there are beauty parlors are here, people living here, like kids are playing here, everything like outside only. നമ്മൾ എല്ലാം പുറത്തുനിന്ന് കാണുന്ന അതേ സംഭവമാണ്. അമ്പലമുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു ഫീല് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആർക്കിടെക്ചർ ഒന്നും പറയണ്ടോ, എല്ലാ ആർക്കിടെക്ചർ ആർ ഓൾമോസ്റ്റ് സിമിലർ, റൈറ്റ്? ഏകദേശം ഒരേ മേലെയുള്ള തോന്നി കൊല്ലത്തെ. നമുക്ക് ഇവിടെ കണ്ടാൽ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടോ? എല്ലാം ഒരുപോലെ നമ്മൾ വന്ന വയലിലൂടെ തന്നെ വന്നിക്കണോ, അല്ലെങ്കിൽ പുതിയ വയലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സംശയം നമ്മൾ മുന്നേ വന്നിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ഓവറോൾ എക്സ്പീരിയൻസ് ഈസ് നൈസ്, റൈറ്റ്? എന്താ പാട്? അടിപൊളി അടിപൊളി. It's great walking inside. Time is just flying, right? സമയം ഇങ്ങനെ പാറി പോകണം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ കടകളുണ്ട്, എല്ലാ സംഭവവും. പറഞ്ഞ മാതിരി ഫോർട്ടിൻ്റെ ഉള്ളിലാണ്, നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടില്ലേ കുട്ടികളൊക്കെ കളിക്കുന്നത്? പച്ച പിടിക്കണേ നല്ല തോർത്ത് മാറി നോക്ക്. ഓടിക്കോ, നല്ലത് ഓടിക്കോ. Wow, nostalgic. कौन रहेगा इधर? कौन रहता है इधर खाली? यहाँ सिर्फ ब्राह्मण रह सकते हैं. अच्छा, सिर्फ ब्राह्मण. അപ്പം ആള് പറയുന്നത് ഇവിടെ ബ്രാഹ്മണർ മാത്രം നിൽക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് തോന്നുന്നത് തമിഴ്നാടിനോടൊരു ടച്ച് വന്നത് അല്ലേ? ഒരു അഗ്രഹാരം മാതിരിയൊക്കെയാണ് നമുക്ക് ചില ആംഗിളൊക്കെ കേട്ടോ, എല്ലാ സ്ഥലവും അല്ല, ചില ആംഗിളൊക്കെ അല്ലേ? അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് ശൈലിയും അതർ കാസ്റ്റ് ഓർ കാസ്റ്റ് വാലും तो नहीं रह सकते. വേറൊരു കാസ്റ്റിലുള്ളവരും നിൽക്കാൻ പറ്റില്ല എന്നാണ് ഭയ്യ നമ്മളോട് പറയുന്നത്. ഇതാണ് നമ്മളെ യെല്ലോ സാൻഡ് സ്റ്റോൺ, നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിലാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പല ഷേപ്പിലാക്കുകയാണ് ചെയ്യുക. അപ്പം ഭയ്യ ഇതിൻ്റെ കാരിഗറാണ്. ആ മെഷീൻ യൂസ് करके ഇതേമാതിരി അവരുണ്ടാക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റും വീടൊക്കെ അവരിപ്പം കൊത്തി ഉണ്ടാക്കുകയാണ്. കൊത്തിയിട്ടല്ല, മെഷീനിലാണ്, സോറി. എന്തായാലും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അവർ. അപ്പം സിറ്റി വ്യൂ പോയിൻ്റാണ് ഇവിടെ. സിറ്റിൻ്റെ നല്ലൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഓ, വൈറ്റ് ഈസ് സോ സ്ലിപ്പറി. അപ്പം സിറ്റിൻ്റെ ഇത് നോക്കി നല്ല മലയാളത്തിൽ എന്തെങ്കിലും പറയടാ ഇനി? ഈ സാധനം ഉണ്ട വിടുന്ന സാധനം പിരങ്കി.
Yeah. Hello. Wow. Go. ഇത് കണ്ടില്ല, ഇതിങ്ങനെ മിനുസായി. അയ്യോ കണ്ടില്ലേ? അപ്പോൾ ആളെന്താ അതങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ആളെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോളിഷ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ഒരുപാട് ഉപയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ യെല്ലോ സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞത് പെട്ടെന്ന് മിനുസാവത്രേ. അതേമാതിരി തന്നെ നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലാണെങ്കിൽ അത് ഡ്രൈ ആവുന്നതാണ് നമുക്ക് ബയ്യ നമ്മളോട് പറഞ്ഞു തന്നൊരു വിവരം. കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. നേരെ മറിച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ വെൽ പോളിഷ്ഡ് ആണ്. കാരണം ഇങ്ങനെ നടന്ന് പോളിഷ് ആയി പോയതാണ് സാൻഡ് സ്റ്റോൺ. അപ്പോൾ നമ്മളെ കയ്യിൽ ആകെ 2 സൈക്കിളാണ്, 3 ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ പൊരുതി മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മളല്ല ഒന്നിന് ഡബിൾ വെച്ച് ചന്ദ്രനും അപ്പം തൊല്ലത്തും ഞാനും വീണ്ടും സൈക്കിളിലാണ്. ഇവളും ഇവിടെ കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുന്നിലുണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. എങ്ങനെയുണ്ട് തൊല്ലത്തെ രാജസ്ഥാനിൽ? അടിപൊളി. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാട്ടോ ഇവിടെ ലേക്കിൻ്റെ അടുത്തേക്ക്. വാട്ട് ഈസ് ദ ലേക്സ് നെയിം? ഗാഗീസർ എന്ന് പറഞ്ഞ ലേക്കിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം സൺസെറ്റിൻ്റെ മുന്നേ നമ്മളവിടെ എത്തുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ സൺസെറ്റ് ആവാനായിട്ടുണ്ട്. നമ്മളിതാ ഓടി എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ലേക്കിലേക്കുള്ള കവാടം. പറ്റിച്ച് സൂര്യനൊന്ന് നേരത്തെ പോയി. സൺ വെന്റ് early today. മറന്നതല്ലേ? അപ്പോൾ നമ്മളെന്താക്കി ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ is this view that boring? അതെ. It's so relaxing, it's making me sleep. എന്തായാലും ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ദീസ് ആർ ദ ഓൺലി പ്ലേസസ് വിച്ച് ആർ ഹിയർ ടു എക്സ്പ്ലോർ, റൈറ്റ്? വൺ ഈസ് ഫോർട്ട്, ഒന്ന് ഫോർട്ടാണ്, ഒന്ന് ഹവേലിയാണ്. ഒരു ഹവേലി, വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ഹവേലി? പത്മോങ്കി ഹവേലി. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് ദിസ് ലേക്ക്, ഈ ലേക്കാണ്. അപ്പം ഈ 3 മെയിൻ. ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ 3 സ്ഥലത്തും വരും. ഇതൊരു ക്ലീഷ എന്ന് പറഞ്ഞ സംഭവമാണ്. മീൻസ് ഇതാണ് മെയിൻ ഉള്ളത് കാണാൻ. വേറൊന്നുമില്ല. കാരണം എല്ലാവരും ക്ഷീണിച്ചു പോയി. വി ആർ ഓൾ ടയർഡ് ബിക്കോസ് ഓഫ് ദാറ്റ് മച്ച് വർക്ക് വി ഡൺ ഇൻ ദാറ്റ് ഫോർട്ട്. ഫോർട്ട് നല്ല വലുപ്പമുണ്ട് കേട്ടോ, ചെറിയ ഫോർട്ടൊന്നുമല്ല. ഏകദേശം എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ട് അവിടെ നമ്മൾ? 5 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഈസ് ദ ഹോൾ റേഡിയസ്, സർക്കംഫറൻസ്. അതിൻ്റെ പുറത്തിങ്ങനെ കെട്ടിയിട്ടില്ല, അത് 5 കിലോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ഫോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മളെ പ്ലസൻ്റ് ആയിട്ടുള്ള ഈവനിങ് നമ്മളിവിടെ ചിലവഴിക്കും. തൊല്ലത്ത് ഇന്ന് രാത്രി ഇവിടുന്ന് നേരെ അവൻ്റെ കശ്മീർ തന്നെ അല്ലടാ, ഇവിടുന്ന് പഞ്ചാബ്. അപ്പോൾ ഇവിടുന്ന് രാത്രിയാണ് ട്രെയിന്. ആദ്യടാ പോയത്? ഞാൻ പൊയ്ക്കോട്ടെ, ഇന്നലെ രാത്രി പോകേണ്ടതിനോട് ഞാൻ പിടിച്ചു നിർത്തിയതാണ്. Let me. Adi, nothing. Oh, you look nice. എങ്ങനെയുണ്ട്? രസമുണ്ടോ? It's a bit like not straight, but yeah. I think എങ്ങനെ ഇല്ലല്ലേ നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. രസമുണ്ടെങ്കിൽ വാങ്ങാലോ. എങ്ങനെയുണ്ട് ഗൈസ്? കമന്റ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. बोलो उधर बोलो. Yeah, if you want him to Malayalam like this, please മലയാളം കമന്റ് ചെയ്യൂ. comment ചെയ്യൂ. തരുന്നത് പറഞ്ഞോ. അതെ, കമന്റ് ചെയ്യൂ. അപ്പം നമ്മൾ സൺസെറ്റ് വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 3 ആളും കൂടി ഇനി തിരിച്ച് നമ്മൾ നിന്ന് ജയ്സൽമീറിലേക്ക് പോവാണ്, അങ്ങോട്ട് തന്നെ. എങ്ങനെയുണ്ടോ അതുപോലത്തെ? അടിപൊളിയായിരുന്നു. തിരിക്കേണ്ട മുഖം കാണട്ടെ എൻ്റെ ഫാൻസ്.
എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതെ. ഇന്ന് ഇവിടെ നിന്നേതായാലും നന്നായി. നാളെ ഇവിടെ നിൽക്കൂല. ഇന്ന് രാത്രി തന്നെ ഇവിടുന്നായിരിക്കും. ഇവിടുന്ന് രക്ഷപ്പെടണോ? അതെ അതെ. അപ്പൊ നമ്മളിതാ തിരിച്ചങ്ങോട്ട് പോവാണ്. ഇന്നൊരു നീണ്ട ദിവസമായിരുന്നു. ആൻഡ് തൊൽഹത്ത് ഈസ് ഗോയിങ് ടു ബിക്കാനീറിലേക്ക് പോവാണ്. സമയം ഇതാ 1:58 ആയിട്ടുണ്ട്. വെനീസ് ട്രെയിൻ 12:58 ആയിട്ടുണ്ട്. ട്രെയിൻ എപ്പോഴാണ്? 1:40. അപ്പം വിൽ ബി ഡ്രോപ്പിംഗ് തൊൽഹത്ത് ഓൺ അവർ സൈക്കിൾ. അപ്പം ജോയും നമ്മൾ മൂന്നാളും കൂടി സൈക്കിളിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സൈക്കിളിൽ അവിടെ ലോക്കൊക്കെ തുറന്ന് വെച്ച്. അപ്പം നമ്മുടെ ഭയ്യ പറഞ്ഞ് ഹോട്ടലിൽ ഭയ്യ ആപ്കാ നാം ധർമ്മേന്ദ്ര. അപ്പോൾ ധർമ്മേന്ദ്രമായ നമ്മുടെ സ്പ്ലെൻഡറിൽ കൊണ്ട് എന്തായാലും വിട്ട് തരും. അപ്പം നമുക്കതിൽ പോലടാ. ബൈ. Let's yes चलते चलो okay yeah Let's go. goodbye. ജനറലില്ലേ ഒരു ചെറിയ ഇങ്ങനെ കൈ പിടിച്ച് പോകുന്ന അതേപോലെ തന്നെ. അപ്പം വീണ്ടും പാക്കലോ. അപ്പൊ ഇവിടെ നോക്കി. അപ്പൊ നമ്മള് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ. അപ്പം എന്നാലും പൊളിക്കും. നാട്ടിൽ നിന്ന് കാണാം. Okay, brother. Happy journey. With the Tormentor. അപ്പോൾ നമ്മൾ തൊള്ളായിരത്തിനെ അവിടെ കൊണ്ട് ഇറക്കി. ഒരുപാട് നാളത്തെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞൊരു നല്ലൊരു 2 ദിവസം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരുപാട് സന്തോഷമായി. പണ്ടത്തെ കേരള ടു കശ്മീർ യാത്രയുടെ ഒരുപാട് ഓർമ്മകളൊക്കെ നമ്മൾ മനസ്സിൽ വന്നിട്ടുണ്ട്. धर्मेंद्र भाई गुड नाइट बोल दिया हमारा सब्सक्राइबर्स के लिए. गुड नाइट. थैंक यू आपका हेल्प के लिए सो मच. अब ओके देन गुड नाइट. स्वीट ड्रीम्स. You are the ghost of night. നമ്മൾ ഇപ്പോൾ ഉള്ളത് ദൗലത്ത് ദാൽ പക്വാൻ്റെ മുന്നിലാണ്. ദാൽ പക്വാൻ ഈസ് വെരി ഫേമസ് ഇൻ രാജസ്ഥാൻ റൈറ്റ്. അപ്പം ഹിയർ മത്ലബ് ഇൻ ജയ്സൽമീർ. ഓക്കെ, ജയ്സൽമീരത്തെ സ്പെഷ്യൽ ആണത്രേ ദാൽ പക്വാൻ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് നമ്മൾ വന്നത് ദൗലത്ത് ദാൽ പക്വാൻ. ദൗലത്ത് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവിടെ കാണാം രൺവീർ സിംഗ് സോനം കപൂറിൻ്റെ വെഡ്ഡിങ്ങിന് ഇയാളുടെ കൂടെ എടുത്തതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ട്രൈ ദിസ് ഓൾസോ റൈറ്റ്. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ദാൽ എങ്ങനെ ഇട്ട് തിളയ്ക്കുന്നത് ഇവിടെ. എന്നിട്ട് അതിൽ നമ്മുടെ പൂരി മുറിച്ചിടുകയാണ് ചെയ്യുക. ഏതാ പൂരി റൈറ്റ്? ദാലെന്നിട്ട് ഒഴിച്ച് വരുമ്പോൾ ഇവിടെ മുന്നിലൊക്കെ ആ തിരക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രാവിലെ തന്നെ എല്ലാവരും വന്നിട്ട് വാവ്. അപ്പം ഇതാണ് ദാൽ പക്വാൻ നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു. ഓ ഈ പപ്പട है और पूड़ी है? पापड़ मैदे का बनता है. अच्छा मूंग का दाल लेता हूं. ഓ हाँ അടിപൊളി. നമ്മുടെ പപ്പടം മാതിരിയുള്ള സംഭവമാണ്. പൂടിയല്ല കേട്ടോ. ഇറ്റ്സ് വെരി സ്ലിപ്പറി. ഓക്കെ, ഹാൻഡിൽ വിത്ത് കെയർ. സോ വെർ വിൽ ഗോണ ഈറ്റ്. ഇവിടെ ഇരിക്കാനും കൂടി സ്ഥലമല്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ നിന്നിട്ടാണ് ഇവിടെ കഴിക്കുന്നത്. കാരണം അത്ര ഉള്ളൂ ഇവിടെ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ ജോ ലെറ്റ്സ് ഡൈവ് ഇൻ ആൻഡ് സീ ഹൗ ഇറ്റ് ഈസ്. യു ഓൺലി വിൽ ബി ടേസ്റ്റിംഗ് ഫർ ദാൽ പക്വാൻ. യു ആർ ടെല്ലിംഗ് ഫ്രം എ ലോങ് ടൈം ആൻഡ് വി ഗോട്ട് ഇൻ നൗ. അത് കുറേ കാലമായിട്ട് പറയുക ദാൽ പക്വാനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. മൂങ് ദാലാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. It's very nice. Yeah. Okay. We didn't expect it that much, right? Let's see. It looked like an omelette. पापा टोकन मत दे हमें. आप रील हो क्या? YouTube चैनल चलाते हो?
കൊള്ളാലോ രസമുണ്ട് ഹായ് 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 അടുത്ത വരുന്നവർക്കൊന്നും സാധനം ഇല്ലാന്നാ പറയുന്നത്. സമയം 11:40 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പേരേ ഉള്ളൂ നമ്മൾ കിട്ടാം. ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പം ഒരു ദാൽ പക്വാൻ എന്ന് പറയുന്നത് 40 രൂപയാണ് കേട്ടോ. അപ്പം ഫോർട്ടിൻ്റെ അടുത്തൊരു സ്പോട്ടാണ് ഫത്തേക്ക കച്ചോരി. ഇവിടെ കണ്ടില്ലേ എല്ലാ സ്ഥലത്തും ഈ ഒരു 2 സ്ഥലമാണ് ഒടുക്കത്തെ തിരക്കാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്കൊരു പ്ലേറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം കേട്ടോ. ഇവർ ഇങ്ങനെയാണ് ഇവർ പൊരിക്കുക. ഒരുപാട് ഇങ്ങനെ എടുത്തു വെക്കുക. നല്ല ചൂട് കച്ചോരി, കുഞ്ഞു കച്ചോരി കേട്ടോ. 30 രൂപയാണ് വില വരുന്നത്. നമുക്ക് കഴിച്ച് നോക്കാം വർത്താണോ എന്ന്. ഇവിടെ ആർക്കും സമയമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒറ്റയ്ക്ക് എടുത്തിട്ട് കച്ചോരി ഉണ്ടാക്കുക. ഒറ്റയ്ക്ക് എടുത്തിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ആർക്കും സമയമില്ല, കാരണം തീർന്നു ആകെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പൊരിച്ചെത്തണം. താങ്ക് യു. അവിടെ തിരക്കായതിനെ കൊണ്ട് നമ്മളിതാ ഇവിടെ ഒരു തണലിൽ വന്നതാണ്. ഓക്കെ, ഇസ് ഇറ്റ് ദാറ്റ് ഹോട്ട്? Yeah, it's a bit hot. Just taza they took out. Very hot. Very hot. Then wait for some time. छोटू है ना थोड़ा, is small. Mild sauces. हाँ Very mild taste. अच्छा. It's nice. लुक छुप ना जावो जी मन प्रीत करावो जी